യാമിനി, നിന്നോട് വിരോധമുള്ള ആരോ ചെയ്ത ചതിയാണെന്ന് ഉറപ്പാ. അതാരാണെന്ന് നമുക്കാദ്യം കണ്ടുപിടിക്കണം. അതെ ചേച്ചി, ഈ ഇലക്ഷനിൽ ഞാൻ ഉണ്ടാവാൻ പാടില്ലെന്ന് തീരുമാനിച്ചുറപ്പിച്ച് ശത്രുക്കൾ ചെയ്തതാണിതെന്ന് എനിക്ക് മനസ്സിലായി. ഇത് ചെയ്തതാരായാലും ഇനി ഒരിക്കലും ചെയ്യാൻ അവർക്ക് ധൈര്യമുണ്ടാകാത്ത ശിക്ഷ അവർക്ക് ഞാൻ നൽകും. നേരെ വന്ന ആയുധങ്ങളൊക്കെ തകർത്തേ പ്രതാപവർമ്മയ്ക്ക് ശീലമുള്ളൂ. ഒരു യുദ്ധത്തിന് നേരിട്ടിറങ്ങണമെന്ന് എന്നെ വെല്ലുവിളിക്കുന്നവരാരായാലും അവരെ നേരിട്ടിറങ്ങി മുഖത്തോട് മുഖം നോക്കി നേരിടാൻ ഞാൻ തയ്യാറാ. പ്രതാപ, ഇരിക്കേ. ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ? ദീപക്കെ, നീ ആ CA ഫോൺ ചെയ്യ്. ആരാണ് എന്റെ അനിയനെതിരെ ആ പരാതി കൊടുപ്പിച്ചതെന്ന് എനിക്കിപ്പോ അറിയണം. കർഷകരുടെ പരാതിയിൽ സാക്ഷി ഒപ്പിട്ട് നൽകിയത് ആരാണെന്ന് CA വിളിച്ച് ചോദിക്കേ. വേഗം. ശരി. പാടില്ലാത്ത എന്തെങ്കിലും ഉണ്ടോ? അയ്യോ, അങ്ങനെയല്ല അമ്മാവ. CI പറഞ്ഞത് കേട്ടപ്പോ ശരിക്കും എനിക്ക് വിശ്വസിക്കാനായില്ല. ഞാനിത് എങ്ങനെ അമ്മാവനോട് പറയും? നീ കാര്യം പറയും. അമ്മാവ, അത് ആ കർഷകരെ കൊണ്ട് പോലീസിൽ കംപ്ലൈന്റ് കൊടുപ്പിച്ചത് ആരാ? നീ ആരാണെന്ന് പറയൂ. അമ്മാവ, നമ്മളെ ചതിച്ചത് അവളാ, ഋതിക. അതെ അമ്മാവ, അവളാണ്. നീ എന്താ ഈ പറയുന്നേ? ഋതുമോൾക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യം എന്താ? ഞാനിത് വിശ്വസിക്കില്ല. നീയേ CA ഒന്നുകൂടെ വിളിച്ച് സംസാരിക്ക. ചിലപ്പോ അയാൾക്ക് തെറ്റുപറ്റിയതായിരിക്കും. നമ്മുടെ ഋതുമോള് പ്രതാപനോട് അങ്ങനെയൊന്നും ചെയ്യില്ല. എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല അമ്മേ. പക്ഷേ സത്യം അതാ.